തുറവൂർ വളമംഗലം കുത്തിയതോട് റോഡിൻ്റെ പുനർനിർമ്മാണം പുനരാരംഭിച്ചു. ദലീമ ജോജോ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റോഡിൻ്റെ പുനർനിർമ്മാണം വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വളമംഗലം കുത്തിയതോട് റോഡ് പൊളിച്ചതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വരച്ചുകാട്ടി ടൈം ന്യൂസ് പ്രക്ഷേപണം ചെയ്ത വാർത്താ ഫലം കണ്ടു. അരൂർ MLA ദലീമ അടിയന്തര ഇടപെടലുകൾ നടത്തി. ഞായറാഴ്ച രാവിലെ 8:30 റോഡ് പുനർനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നു. ഇതിൻ്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഇന്ന് നമ്മൾ അമ്പലത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന നമ്മുടെ വളരെ പരിശുദ്ധമായ അമ്പലം നമുക്കിവിടെ ഉള്ളതാണ്. ആ അമ്പലത്തിൻ്റെ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥകളിൽ ജനങ്ങൾ വിഷമിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അടിയന്തരമായിട്ട്, കാരണം നമ്മൾ ലെവൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചില ഘട്ടങ്ങളുണ്ട്. ഈ റോഡുകളാണെങ്കിൽ എന്ത് വർക്ക് ചെയ്യുവാനും ഗവൺമെൻറ്റിന് ഓരോ ഘട്ടങ്ങളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അമ്പലത്തിൽ നമ്മൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടിയന്തരമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട്, കാരണം ഇവിടുന്ന് നമ്മൾ 2-3 ദിവസം മുന്നേ തന്നെ ഇത് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞു. വേറെ എന്തോ സാങ്കേതിക ചെറിയ തടസ്സം വന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ കളക്ടറെ വിളിച്ചു പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നമ്മളുടെ ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ മെമ്പറും എല്ലാവരും ഇടപെട്ടു. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഓഫീസ് വഴി അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടു, ഞാൻ ബന്ധപ്പെട്ടു, അടിയന്തരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേർക്കാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റോഡ് ഇന്നിപ്പോൾ നമ്മൾ അത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പോകാൻ തക്കതായ വിധത്തിൽ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള നിലപാടാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ഇക്കഴിഞ്ഞ ജനുവരി 28 പൊളിച്ചത്. ഇതുമൂലം കാൽനട യാത്ര പോലും സാധ്യമായിരുന്നില്ല. ഈ റോഡ് കടന്നു പോകുന്ന പ്രധാന ക്ഷേത്രമായ പുരന്ദരേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇത് കാട്ടി ക്ഷേത്ര പ്രസിഡന്റ് മുരളീകൃഷ്ണൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ താമസിക്കുന്നതിനാൽ ജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പ്രശ്നം ഉയർത്തിക്കാട്ടി ടൈം ന്യൂസ് വാർത്ത ചെയ്തിരുന്നു. ഈ വാർത്തയാണ് ഫലം കണ്ടത്. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശ്, പട്ടക്കാട് ബ്ലോക്ക് അംഗം AU അനീഷ്, ഏഴാമ്പാട് അംഗം സുദർശനൻ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.